ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 13 വയസ്സുകാരിയുടെ നഗ്നചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ചേർത്തല സ്വദേശിയായ വിനോദിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസമാണ് പെൺകുട്ടിയുമായി പ്രതി സൗഹൃദത്തിലാകുന്നത്. നിരന്തരം ചാറ്റ് ചെയ്ത് അടുപ്പത്തിലായതിനു ശേഷം വിനോദ് പെൺകുട്ടിക്ക് വാട്സപ്പിലൂടെ നഗ്നചിത്രങ്ങളും അശ്ലീല വീഡിയോകളും അയച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് വീഡിയോ കോൾ വഴി പ്രതി നഗ്നദൃശ്യം കുട്ടിയെ കാണിച്ചു. തുടർന്ന് വീഡിയോ കോളിനിടെ വിനോദിന് കുട്ടിയുടെ നഗ്നചിത്രം ലഭിക്കുകയായിരുന്നു. ഇത് പിന്നീട് പ്രതി സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. കുട്ടി കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതും പഠനത്തിൽ പിന്നോട്ട് പോകുന്നതും മനസ്സിലാക്കിയ രക്ഷിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കുട്ടിയുടെ ഫോൺ ഗാലറി നിറയെ നഗ്നദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് രക്ഷിതാക്കൾ കണ്ടത്. ഇതോടെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് ചിത്രങ്ങളും വീഡിയോകളും കുട്ടിക്ക് അയച്ചു കൊടുത്തത് വിനോദാണെന്ന് സ്ഥിരീകരിച്ചത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുത്തു. മലപ്പുറത്ത് വെച്ചാണ് പ്രതി അറസ്റ്റിലായത്. വിനോദ് മരപ്പണിക്കാരനാണെന്നും 2 കുട്ടികളുടെ പിതാവാണെന്നും പോലീസ് അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം കബളിപ്പിക്കപ്പെട്ടവർ ആത്മഹത്യയിൽ അഭയം തേടിയിട്ടും പോലീസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും കണ്ണൂർ ജില്ലയിൽ ഓൺലൈൻ കെണിയിൽ പെടുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളതും പോലീസിനെ ആശങ്കയിലാക്കുന്നൊരു കാര്യമാണ്. ഈ വർഷം മാത്രം 5.8 കോടി രൂപ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായെന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. വ്യാജ ഓൺലൈൻ ഓഹരി കച്ചവടത്തിൽപ്പെട്ടാണ് പലർക്കും പണം നഷ്ടമായതും. ഓൺലൈൻ തട്ടിപ്പുകളും ഓൺലൈനിലൂടെ വ്യാജമായ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അശ്ലീലമായ ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നതും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ടെലിഗ്രാം, വാട്സപ്പ് എന്നിവ വഴിയാണ് ഇരകളെ വലയിലാക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.